ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ധനുമാസം 12-ാം തീയതി, അതായത് 2016 ഡിസംബർ മാസം 27-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം തൃക്കേട്ടയാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവിയിൽ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യനായ ശർമാജി അറിയുന്നതിന് ബാംഗ്ലൂരിൽ നിന്ന് ശ്രീജ എഴുതുന്ന എഴുത്താണിത്. എൻ്റെ മകൾക്ക് വേണ്ടി ഭാവി അറിയുവാൻ ഈ എഴുത്ത് എഴുതുന്നു. എൻ്റെ ജോലിക്കാര്യവും ഞങ്ങൾ ഹോങ്കോങ്ങിൽ താമസിക്കുന്നു. മകളുടെ കാര്യങ്ങൾ അറിയുവാൻ എഴുതുന്നു. മകൾ പഠിപ്പ് മുഴുവൻ ഇവിടെ ആയിരിക്കുമോ? ജോലി എവിടെയായിരിക്കും കിട്ടുന്നത്? ഏത് പഠിപ്പാണ് പഠിക്കുന്നത് ഭാവിയിൽ? എനിക്ക് ജോലി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ജോലി ചെയ്തു, പിന്നീട് പറഞ്ഞു വിട്ടു. ബിടെക് എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? എപ്പോൾ? സർ, താങ്കൾ പറയാറുണ്ട് ചന്ദ്രൻ്റെ അപ്പുറവും ഇപ്പുറവും ഗ്രഹങ്ങൾ ഇല്ല എങ്കിൽ ഹേമദ്രുമയോഗവും. ഇത് മാറാൻ അവൽപായസം ശ്രീകൃഷ്ണനെ കഴിച്ചാൽ മാറുമോ? താങ്കളുടെ വിലയേറിയ നല്ല മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് ശ്രീജ. ഒരു നിർദ്ദേശം പ്രേക്ഷകരോട് ദയവായി പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ ഒരു കത്ത് എഴുതി കഴിഞ്ഞിട്ട് ദയവായി ഒന്ന് വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒരു വാചകം കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ, ഉദ്ദേശിച്ച അർത്ഥം അതിന് ലഭ്യമായിട്ടുണ്ടോ എന്ന് ദയവായി വിലയിരുത്തിയാൽ നന്നായിരിക്കും. വളരെ പ്രയാസപ്പെട്ടാണ് കത്ത് വായിക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അല്പം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മകളുടെ ഗ്രഹനിലപ്രകാരം ഇതിൽ തന്നെ ഉത്തരവും ഉണ്ട്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ, ആ രാശിയിലോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 2-ാം രാശിയിലോ 12-ാം രാശിയിലോ 3-ാം രാശിയിലോ 4-ാം രാശിയിലോ 5-ാം രാശിയിലോ 6-ാം രാശിയിലോ താരാഗ്രഹങ്ങളായ വ്യാഴം, ബുധൻ, ചൊവ്വ, ശുക്രൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങൾ ഒന്നും നിൽക്കുന്നില്ല എങ്കിൽ പ്രസ്തുത ചന്ദ്രൻ ബലമില്ലാതെ കേമദ്രുമം ഭവിച്ചു നിൽക്കുന്നു. കേമദ്രുമം എന്ന് പറഞ്ഞാൽ രാജാവായി പിറന്നാൽ പോലും ഭിക്ഷയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ അവസ്ഥയിലേക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും എല്ലാം കളയേണ്ടി വരും, അല്ലെങ്കിൽ അത് അനുഭവയോഗ്യമല്ലാതാക്കി പോകും എന്ന ഒരർത്ഥം കൂടിയുണ്ട്. കേമദ്രുമം ഉള്ളവർ അവരവരുടെ പദവികൾക്കോ അവരവരുടെ കുലം അനുസരിച്ചോ അവരവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചോ പാരമ്പര്യമനുസരിച്ചോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന അനുസരിച്ചോ ഉള്ള ഗൗരവത്തോടെ അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ പ്രേമം, വിവാഹം, അവരുടെ മുന്നോട്ടുള്ള ജീവിത രീതികൾ ഒന്നും ഉൾക്കൊള്ളണം എന്നില്ല. പ്രത്യേക ഒരു ആദർശത്തെ മുൻനിർത്തി അവർ ചിലപ്പോൾ എല്ലാം ത്യജിക്കാൻ സാധ്യതയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലും ഒരു ഗൗരവം കാണാത്തവരായിരിക്കും. അമ്മ ഉപദേശിച്ചാലോ അച്ഛൻ ഉപദേശിച്ചാലോ അല്ലെ മാതൃകാപരമായി തലമുറകളായിട്ട് ജീവിച്ചു വരുന്നതിനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാനോ ഒന്നും ചിലപ്പോൾ തയ്യാറായില്ല എന്ന് വരും. കേമദ്രുമ യോഗം ഉള്ളവർ പ്രേമത്തിലൊക്കെ ചാടാനുള്ള സാധ്യതകളുണ്ട്. അത് ഈ പറഞ്ഞതനുസരിച്ച് ശരിയാണ്. അവൽപായസം കൊണ്ട് ഒരു പരിധിവരെ മാറും. മകൾക്കും അങ്ങനെ കേമദ്രുമ ഭംഗം ഉള്ളതായിട്ട് കാണുന്നു. ഒരു പക്ഷേ നിങ്ങളത് വാച്ച് ചെയ്ത് കാണുകയില്ലായിരിക്കും. അതുകൊണ്ട് പ്രേമത്തിൽ ഒക്കെ അകപ്പെട്ട് ഒന്ന് ഉലയാനുള്ള സാധ്യത ഒരു ചെറുപ്പത്തിലെ തന്നെ ഉണ്ട്. അങ്ങനെ കാണുന്ന പക്ഷം ഈ കുട്ടിയെ മനോവേദനപ്പെടുത്തുകയോ ആരോപിതയാക്കുകയോ, അതായത് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുകയോ ഒറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. കാരണം അതിനെ അറിഞ്ഞുകൂടാ. വരും വരായികകൾ, വായു ഗതാഗതം, വിമാനം, അതുമായി ബന്ധപ്പെട്ട എൻജിനീയറിങ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യത. പ്ലസ് കുട്ടിക്ക് കേമദ്രുമം ഉള്ളതുകൊണ്ട് ചിലപ്പം ലവ് മാരേജിനോ അല്ല ലവ് ചെയ്യാനോ അതുവഴി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നേരത്തെ ബോധവതിയാക്കുക. ചന്ദ്രനെ ബലം കൊടുക്കുന്ന പഞ്ചദുർഗ എന്ന് പറയുന്ന കർമ്മം, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. പേരും നക്ഷത്രവും അമ്മയുടെ പേരും ചേർത്ത് ഒരു 5 ദിവസം പൂർണ്ണയന്ത്രൻ ഉള്ള ദിവസം മുതൽ
5 ദിവസം പഞ്ചദുർഗാ ഹോമമോ പഞ്ചദുർഗാ പൂജയോ പഞ്ചദുർഗാ യന്ത്രമോ അതുപോലെ ചന്ദ്രകാന്ത ധാരണമോ പഞ്ചദുർഗ കൊണ്ടുള്ള പുഷ്പാർച്ചനകളോ ദുർഗാദേവിയെങ്കിൽ അല്ലെ സെപ്പറേറ്റ് കുട്ടികളുടെ പേരും നക്ഷത്രവും ചേർത്ത് നടത്തുകയും ചന്ദ്രകാന്തൻ ധരിച്ചു വരികയും ചെയ്താൽ ഈ പറഞ്ഞ ജാതക നിലയിലെ ഫലങ്ങൾ നാമമാത്രമായി അത് ഫലിക്കുകയും വൻ ദോഷങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യുന്നതാണ്. കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അതിനുള്ള ദൈവിക പ്രതിവിധികൾ ചെയ്യുക. ബോധവൽക്കരണം നടത്തുക. പ്രേമം തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതിൽ നിന്ന് വരുന്ന ആഫ്റ്റർ എഫക്റ്റ് അത് ദോഷകരമാണെന്നും നമുക്കറിയാം. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ പറഞ്ഞ ധാരണങ്ങളും ചെയ്യുക. വിഷ്ണുവിന് അവല് കൊടുക്കുന്നത് കുചേലൻ കൃഷ്ണന് അവല് കൊടുത്ത പോലെ തന്നെയായി ഭവിക്കും. അതിനൊക്കെ പരിഹാരങ്ങളാണ്. പക്ഷേ ആ കുചേലൻ എത്രയോ കാലം ദാരിദ്ര്യം അനുഭവിച്ചു എന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം. അവസാനം ക്ഷിപ്രമിരുട്ടത്തെളിക്ക കൊണ്ടു നെല്ലും കല്ലുമേറും ആ പ്രതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി ബാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പതും ചെയ്തു കുചേലൻ. ഇത്രയും ഒക്കെയാണ് 17-14 ലോകവും വസിക്കുന്ന അങ്ങയുടെ കൂട്ടുകാരനെ ചെന്ന് കണ്ടാൽ തീരാനുള്ളതല്ലേ ഈ ദാരിദ്ര്യമുള്ളൂ എന്ന് പത്നി പറഞ്ഞു വിട്ടതനുസരിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. ചെന്ന് വളരെയധികം ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന കല്ലും നെല്ലും ഒക്കെ ആയിട്ട് മണ്ണെണ്ണ വിളക്ക് പോലും ഇല്ല, ക്ഷിപ്രം ഇരുട്ടത്ത് ഇടിച്ച് കല്ലും ഒക്കെ ആയിട്ട് ഉള്ള അത് ഒരു തുണിയിൽ കെട്ടി കക്ഷത്തിൽ ഇടുക്കി, ഷർട്ടും ഒന്നുമില്ല, ഒരു പൊളിഞ്ഞ കുടയിൽ യാത്ര ചെയ്ത് ദ്വാരകയിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് കൃഷ്ണനെ മനസ്സിലായി. കാല് കഴുകി ആചാരവിധി പ്രകാരം എൻ്റെ പഴയകാല സുഹൃത്താണ്. അപ്പം ഒളിച്ചു വച്ചിരിക്കുന്ന നാണക്കേട് കൊണ്ട് ഇത്രയും വലിയൊരു രാജാവിന് ഞാൻ എങ്ങനെ അവർ കൊടുക്കും? അത് മാഹത്തെ വേർപ്പ് വെള്ളം കൊണ്ട് നാകും സതീർത്ഥ്യനെ വേർത്ത് കുളിച്ച് വന്നിരിക്കുകയാണ്. മാഹത്തുന്മയോട് ചേർത്തു. ആ സോഷ്യലിസമാണ് അവിടെ കാണിച്ചത്. എത്രയായാലും വന്നതല്ലേ ഭാര്യയുടെ ഉപദേശപ്രകാരം. അവർക്കൊക്കെ ദിവ്യപുരുഷന്മാർക്കറിയാം ആര് പറഞ്ഞിട്ട് വന്നതെന്നൊക്കെ. ഭാര്യ പറഞ്ഞിട്ട് വന്നതാണെങ്കിലും അവൾ പുറകിൽ കൂടി അങ്ങ് എടുക്കുക ചെയ്തത്. എടുത്ത് 2 വാളം കഴിച്ചു. അപ്പോഴത്തേനും എല്ലാ ഭാഗ്യങ്ങളും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അവൾ വളരെ വിശേഷപ്പെട്ടതാണ്, യാതൊരു സംശയവുമില്ല. കൃഷ്ണനെ നേദിക്കാം, ആയുസ്സായിട്ട് കൊടുക്കാം. അമ്മയുടെ ഗ്രഹനില എഴുതിയിരിക്കുന്നത് തെറ്റുണ്ട്. എങ്കിലും വരുന്ന വർഷം ഇതേ സമയം മുതൽ ഉദ്യോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം